നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ലൂസിഫർ ഈ പേര് കേൾക്കാത്ത ക്രിസ്ത്യാനികളോ സഭാ അംഗങ്ങളോ ഉണ്ടാകില്ല. ഹോളിവുഡ് സിനിമകളിലും കഥകളിലും സാഹിത്യങ്ങളിലുമെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് ലൂസിഫർ. തിന്മയുടെ അല്ലെങ്കിൽ സാത്താന്റെ യഥാർത്ഥ പേരാണ് ലൂസിഫർ എന്നാണ് നമ്മളിൽ പലരും ചെറുപ്പം മുതലേ വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ സഹോദരങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ആരായിരുന്നു യഥാർത്ഥത്തിൽ ലൂസിഫർ? ബൈബിളിൽ ഈ പേര് എവിടെയാണ് വരുന്നത്? എങ്ങനെയാണ് സ്വർഗത്തിലെ ഏറ്റവും മനോഹരനായ ദൈവത്തോടൊപ്പം ആരാധനയിൽ നയിച്ചിരുന്ന ഒരു മാലാഹ അധോലോകത്തിലേക്ക് തള്ളപ്പെട്ടത്? ബൈബിൾ തർജ്ജമകളുടെ ചരിത്രത്തിൽ ലൂസിഫർ എന്ന പേര് എങ്ങനെ കടന്നു വന്നു? ഇന്ന് നമ്മൾ അല്പം സമയമെടുത്ത് തിടുക്കമില്ലാതെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും സഭാ ചരിത്രവും കൂട്ടിയിണക്കി ലൂസിഫർ എന്ന വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുകയാണെങ്കിൽ ലൂസിഫറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി ദൈവവചനത്തിന്റെ യഥാർത്ഥ വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കും. വെൽക്കം ടു യേശു നല്ലയുടെ ഹിസ്റ്ററി ഓഫ് ബൈബിൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൂസിഫർ എന്ന വാക്കിന്റെ ചരിത്രമാണ്. പലരും വിചാരിക്കുന്നത് ലൂസിഫർ എന്നത് ബൈബിളിലെ ഒരു എബ്രായ വാക്ക് എന്നാണ്. എന്നാൽ സത്യം അതല്ല. ലൂസിഫർ എന്നത് ഒരു ലത്തീൻ വാക്കാണ്. പുരാതന ലത്തീൻ ഭാഷയിൽ ലെക്സ് എന്നാൽ വെളിച്ചം എന്നും ഫെറെ എന്നാൽ കൊണ്ടുവരുന്നത് എന്നും അർത്ഥം. അതായത് വെളിച്ചം കൊണ്ടുവരുന്നവൻ അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രം എന്നാണ് ലൂസിഫർ എന്ന വാക്കിന്റെ നിഘണ്ടു അർത്ഥം. നമ്മൾ ആകാശത്ത് പ്രഭാതത്തിൽ ഏറ്റവും തിളക്കത്തോടെ കാണുന്ന വെള്ളി നക്ഷത്രത്തെ സൂചിപ്പിക്കാനാണ് പണ്ട് കാലത്ത് റോമാക്കാർ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലത്തീൻ വാക്ക് ബൈബിളിൽ എങ്ങനെ വന്നു? AD 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജെറോം ബൈബിൾ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇതിനെയാണ് നമ്മൾ ലത്തീൻ ഉൾഗേറ്റ് എന്ന് വിളിക്കുന്നത്. പഴയ നിയമം എഴുതപ്പെട്ട എബ്രായ ഭാഷയിൽ ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹീലേൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഹീലേൽ എന്നാൽ തിളങ്ങുന്നവൻ അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രം എന്നാണ് അർത്ഥം. ഇതിനെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ എയോസ്ഫോറോസ് എന്ന് മാറ്റി. വിശുദ്ധ ജെറോം ലത്തീനിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഹീലേൽ എന്ന എബ്രായ വാക്കിന് പകരം ലൂസിഫർ എന്ന ലത്തീൻ വാക്ക് ഉപയോഗിച്ചു. പിന്നീട് AD 1611 ഇംഗ്ലീഷിലേക്ക് പ്രസിദ്ധമായ കിങ് ജെയിംസ് വെർഷൻ ബൈബിൾ തർജ്ജമ ചെയ്തപ്പോൾ അവർ ലത്തീൻ ഉൾഗേറ്റിൽ നിന്നുള്ള ലൂസിഫർ എന്ന വാക്ക് അതുപോലെ നിലനിർത്തി. അങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിളുകളിലൂടെയും ക്രൈസ്തവ സാഹിത്യത്തിലൂടെയും ലൂസിഫർ എന്ന പേര് ലോകമെമ്പാടും പ്രചരിച്ചത്. ഇനി നമുക്ക് ബൈബിൾ തുറന്ന് പരിശോധിക്കാം. ബൈബിളിൽ ലൂസിഫർ എന്ന വാക്ക് എത്ര തവണയുണ്ട്? KJV ബൈബിളിൽ ഒരേ ഒരു തവണ മാത്രം. നമ്മുടെ മലയാളം ബൈബിളിൽ അവിടെ അരുണോദയ പുത്രനായ പ്രഭാത നക്ഷത്രമേ എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അരുണോദയ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ നിലത്തു വെട്ടി വീഴപ്പെട്ടു? നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞത്, ഞാൻ ആകാശത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും മീതെ ഉയർത്തും. ഉത്തരദിഗന്തത്തിലെ യോഗ പർവ്വതത്തിന്മേൽ ഞാൻ ഇരിക്കും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും. എന്നാൽ നീ പാതാളത്തിലേക്ക്, കുഴിയുടെ അടിയിലേക്ക് തന്നെ താഴ്ത്തപ്പെടും. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ചരിത്രപരമായി പ്രവാചകനായ ഏശയ്യാവ് ആരെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഏശയ്യാവ് 14-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ മനസ്സിലാകും ഇത് ബാബിലോണിലെ അഹങ്കാരിയായ രാജാവിനെതിരെയുള്ള പ്രവചനമാണ്. അക്കാലത്ത് ബാബിലോൺ സാമ്രാജ്യം ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരുന്നു. ബാബിലോൺ രാജാവ് ദൈവത്തെ വെല്ലുവിളിക്കുകയും താൻ ദൈവത്തെ പോലെയാണെന്ന് അഹങ്കരിക്കുകയും ചെയ്തു. അവന്റെ അഹങ്കാരത്തെയും തകർച്ചയുമാണ് ഏശയ്യാവ് പ്രഭാത നക്ഷത്രത്തിന്റെ പതനം എന്ന് ഉപമിച്ചത്. പക്ഷേ ഇതിന് ആത്മീയമായി മറ്റൊരു വലിയ അർത്ഥമുണ്ട്. ആദ്യകാല സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ, ഒറീജിയൻ തുടങ്ങിയവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ബാബിലോൺ രാജാവിന്റെ അഹങ്കാരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ആത്മീയ ശക്തി ഉണ്ടായിരുന്നു. അതാണ് സാത്താൻ. ഏശയ്യാവ് 14-ന്റെ 13-14 വാക്യങ്ങളിൽ ബാബിലോൺ രാജാവിന്റെ അഹങ്കാരത്തെക്കുറിച്ചും അതിന് പിന്നിലെ സാത്താന്റെ ഉള്ളിലിരിപ്പിനെ കുറിച്ചും പറയുമ്പോൾ അവൻ മനസ്സാ പറഞ്ഞ 5 കാര്യങ്ങളാണ് ദൈവശാസ്ത്രജ്ഞർ സാത്താന്റെ 5 ഞാൻ 5 I wills എന്ന് വിളിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആകാശത്തിൽ കയറും, ഞാൻ എന്റെ സിംഹാസനം ഉയർത്തും, ഞാൻ യോഗ പർവ്വതത്തിന്മേൽ ഇരിക്കും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും,
ഞാൻ അത്യുന്നതനോട് സമനാകും. നോക്കൂ, ഞാൻ എന്ന ഈ സ്വയം ഉയർത്തലാണ്, അഹങ്കാരമാണ് അവനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തള്ളിവിട്ടത്. സാത്താന്റെ ആദ്യ രൂപത്തെക്കുറിച്ചും അവന് സംഭവിച്ച പതനത്തെക്കുറിച്ചും വിവരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് ഹെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം. ഇവിടെ പ്രവാചകൻ സോർ രാജാവിനെതിരെ സംസാരിക്കുമ്പോഴും അതിന്റെ ആത്മീയ പശ്ചാത്തലത്തിൽ സാത്താന്റെ ആദ്യ അവസ്ഥയെ വിവരിക്കുന്നു. നമുക്ക് ഹെസക്കിയേൽ 28-ന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. നീ പൂർണ്ണതയുടെ മുദ്രയായിരുന്നു, ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദേനിൽ ഉണ്ടായിരുന്നു. പത്മരാഗം, പീതമണി, വജ്രം, മരതകം, സകലവിധ രത്നങ്ങളും നിന്നെ അണിയിച്ചിരുന്നു. അഭിഷേകം ചെയ്ത സംരക്ഷണ കരൂപായിരുന്നു നീ. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഞാൻ നിന്നെ ആക്കി. നീ തീക്കല്ലുകളുടെ നടുവിൽ നടന്നു പോന്നു. സഹോദരങ്ങളെ, ഈ വാക്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാ ദൂതന്മാരിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവനും ജ്ഞാനമുള്ളവനുമായിരുന്നു അവൻ. പല ദൈവശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത് അവൻ സ്വർഗത്തിലെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രധാന ദൂതനായിരുന്നു എന്നാണ്. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ട നാളിൽ തന്നെ തപ്പുകളും കുഴലുകളും അവനിൽ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു. എന്നാൽ അവന് എന്താണ് സംഭവിച്ചത്? 17-ാം വാക്യം ശ്രദ്ധിക്കുക. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ ശോഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ കേടുപെടുത്തി. ഞാൻ നിന്നെ താഴെ കളഞ്ഞു. സ്വന്തം സൗന്ദര്യത്തിലും പദവിയിലും അഹങ്കാരം കയറിയപ്പോൾ അവൻ സൃഷ്ടാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന് പകരം തന്നെത്താൻ ദൈവമാക്കാൻ ശ്രമിച്ചു. അഹങ്കാരം അവനിൽ പാപമായി മാറിയ ആ നിമിഷം അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നോക്കാം. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ കാലത്ത് ലൂക്കോസ് 10:18 ശിഷ്യന്മാരോട് പറയുന്നു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതുപോലെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിലുണ്ടായ പതനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. മീഖായേൽ മാലാഖയും അവന്റെ ദൂതന്മാരും സാത്താനോട് പോരാടുകയും സർപ്പമെന്നും പിശാചെന്നും സാത്താൻ എന്നും പേരുള്ള പഴയ പാമ്പ് ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. ഇവിടെ വളരെ സുപ്രധാനമായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും സാത്താനെ ലൂസിഫർ എന്ന് വിളിക്കുന്നില്ല. പുതിയ നിയമത്തിൽ അവനെ സാത്താൻ, എതിരാളി, അപവാദി, ദുഷ്ടൻ, ഈ ലോകത്തിന്റെ പ്രഭു എന്നൊക്കെയാണ് വിളിക്കുന്നത്. മാത്രമല്ല പുതിയ നിയമത്തിൽ യഥാർത്ഥ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നത് സാത്താനെയല്ല, മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. 2 പത്രോസ് 1:19 പത്രോസ് ലീഹ ക്രിസ്തുവിന്റെ പ്രകാശത്തെ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നു. വെളിപ്പാട് 22:16 യേശു തന്നെ പറയുന്നു, ഞാൻ ദാവീദിന്റെ വേരും വംശവും പ്രകാശമുള്ള ഉദയ നക്ഷത്രവുമാകുന്നു. സാത്താൻ തട്ടിപ്പറിക്കാൻ ശ്രമിച്ച അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുത്തിയ ആ വെളിച്ചവും സ്ഥാനവും തഴച്ചു വളരുന്ന പ്രകാശമുള്ള ഉദയ നക്ഷത്രമായി യേശു ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ടു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ലൂസിഫർ എന്ന പേരിന്റെ ചരിത്രവും സാത്താന്റെ പതനവും പഠിച്ച നമ്മൾ ഇന്ന് ജീവിതത്തിലേക്ക് പകർത്തേണ്ട ചില വലിയ പാഠങ്ങളുണ്ട്. സദൃശ്യവാക്യങ്ങൾ 16:18 പറയുന്നു, നാശത്തിനു മുൻപേ അഹങ്കാരവും വീഴ്ചയ്ക്ക് മുൻപേ ഗർവുള്ള മനസ്സും പോകുന്നു. നമ്മുടെ ശുശ്രൂഷയിലോ സൗന്ദര്യത്തിലോ സമ്പത്തിലോ നമ്മൾ ഒരിക്കലും ഗർവ് കാണിക്കരുത്. സാത്താൻ വെളിച്ചത്തിന്റെ വേഷം ധരിക്കും. 2 കൊരിന്ത്യർ 11:14 പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുന്നു, സാത്താൻ താനും വെളിച്ചത്തിന്റെ ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. തെറ്റായ ഉപദേശങ്ങളും പാപവും പലപ്പോഴും നന്മയുടെയും വെളിച്ചത്തിന്റെയും വേഷത്തിലായിരിക്കും നമ്മുടെ മുൻപിൽ വരിക. നാം വചനത്തിന്റെ വെളിച്ചത്തിൽ വേർതിരിവുള്ളവരായിരിക്കണം. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. ലൂസിഫർ ദൈവമാകാൻ ശ്രമിച്ചു, പിശാചായി മാറി. എന്നാൽ യേശു ക്രിസ്തു ദൈവമായിരുന്നിട്ടും മനുഷ്യനായി ക്രൂശോളം തന്നെത്താൻ താഴ്ത്തി ലോകത്തിന്റെ രക്ഷകനായി മാറി. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ താഴ്മയാണോ അതോ അഹങ്കാരത്തിന്റെ വിത്തുകളാണോ ഉള്ളതെന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം. ഈ ആത്മീയ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി.